നമസ്കാരം. പ്രധാന വാർത്തകൾ. വി.ഡി. സതീശൻ താമരശ്ശേരി ബിഷപ്പിനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനായലിനെ ബിഷപ്പ് ഹൗസിലെത്തി സന്ദർശിച്ചു. LDF സർക്കാരിന്റെ വന നിയമ ഭേദഗതിക്കെതിരെ UDF സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന മലയോര സമര പ്രചരണ ജാഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായാണ് സന്ദർശനം നടത്തിയത്. വിഷയങ്ങൾ ജാഥയിൽ ഉന്നയിച്ച പ്രശ്ന പരിഹാരത്തിനായി UDF ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ബിഷപ്പിനെ അറിയിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം, 8 പേർക്ക് പരിക്ക്. തേനിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. ഡിണ്ടിഗൽ കുമളി ദേശീയപാതയിൽ പെരിയകുളത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കർണാടകത്തിൽ നിന്നുള്ളവരും തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളുമായ ശബരിമല തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ആരോപണം അടിസ്ഥാനരഹിതം. PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ച P. ശശി. നിലമ്പൂർ മുൻ MLA PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ താൻ ഉന്നയിച്ച 150 കോടിയുടെ അഴിമതി ആരോപണം P. ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് PV അൻവർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് P. ശശി വക്കീൽ നോട്ടീസ് അയച്ചത്. ഇത് 4ാം തവണയാണ് PV അൻവറിന് P. ശശിയുടെ വക്കീൽ നോട്ടീസ് എത്തുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചതെന്നും പിൻവലിച്ച മാപ്പ് പറയണമെന്നുമാണ് നോട്ടീസിലൂടെ ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥി ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ, അന്വേഷണം. കൊച്ചിയിൽ +1 വിദ്യാർത്ഥിയെ ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം തൃക്കാക്കരയിലെ നൈപുണ്യ പബ്ലിക് സ്കൂളിന്റെ സമീപത്തെ ഫ്ളാറ്റിലാണ് 17കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നൈപുണ്യ പബ്ലിക് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ജോഷോ ആണ് മരിച്ചത്. രാവിലെ 7 മണിയോടെ സമീപത്തെ ബിൽഡിംഗിൽ നിന്നുള്ള ആളുകളാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് വിവരം ഫ്ളാറ്റ് നിവാസികളെ അറിയിക്കുകയായിരുന്നു. ഫ്ളാറ്റിന്റെ 18ാം നിലയിൽ നിന്ന് യുവാവിന്റെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾ IT ജീവനക്കാരാണ്. കുട്ടി ഫ്ളാറ്റിൽ നിന്നും വീണതാണ് എന്നാണ് സൂചന. രാത്രി 12 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബോബിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ജാമ്യ ഉത്തരവ് ഉച്ചകഴിഞ്ഞ് 3:30 പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വ്യാഴാഴ്ച മുതൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിലാണ്. എന്തിനാണ് ബോബിയുടെ കസ്റ്റഡി തുടരാൻ ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു. 6 ദിവസമായി ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ്. സമൂഹത്തിന് ഇപ്പോഴേ വ്യക്തമായ സന്ദേശം ലഭിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും കോടതി ചോദിച്ചു.